ഹായ് ഹലോ വിഷനി ഹിയർ. ഇന്ന് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളൊരു വ്യക്തിയെ ചിന്തിച്ച് ചിലപ്പോൾ ആ വ്യക്തിയായിട്ട് നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, ബ്രേക്കപ്പ് ആയിരിക്കാം, അങ്ങനെ ഏതൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങൾ കരഞ്ഞ് പണ്ടാറടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു വ്യക്തി നിങ്ങളോട് അകലം പാലിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ലെനോർമൺ കാർഡുകളാണ് എടുത്തിട്ടുള്ളത്. ഇതിന് വ്യക്തതയും ക്ലാരിറ്റിയും കൂടുതലാണ്. ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പലർക്കും ടാരറ്റ് എന്തിനാണെന്ന് പോലും അറിയില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ഇത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ പേഴ്സണൽ റീഡിങ്ങുകൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പലർക്കും ഇതിനെ പറ്റിയുള്ളൊരു അറിവിൻ്റെ കുറവാണോ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. കേൾക്കാൻ വേണ്ടി തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് കാണുന്ന പല വീഡിയോസിലും പല കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന കുറേ കാര്യങ്ങളാണ് പറയുന്നത്. മലയാളത്തിൽ ഏകദേശം നല്ല രീതിയിൽ ഒരുപാട് ടാരറ്റ് ചാനലുകളുണ്ട്. ഈ കഴിഞ്ഞൊരു 1.5 കൊല്ലമായിട്ട് ഇങ്ങനെ പുതിയത് കുറേ വരുന്നുണ്ട്. കൂടുതലും ചേച്ചിമാരാണ്, കൂടുതൽ പലതരം പ്രായത്തിലുള്ള ചേച്ചിമാർ, അനിയത്തിമാർ, അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു അനിയത്തി ഇതേപോലെ തന്നെ മിച്ചറോ അങ്ങനെ എന്തൊക്കെ തിന്ന് വെള്ളമൊക്കെ കുടിച്ച് മൂളിപ്പാട്ടൊക്കെ പാടി ടാരറ്റ് ചെയ്യുന്ന വ്ളോഗ് പോലെ ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങളിപ്പോൾ പേഴ്സണൽ റീഡിങ് എടുക്കുന്നതാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഇവരെല്ലാം വാട്സപ്പിൽ കൂടെ ആയിരിക്കും പരിപാടി. നമ്മൾ ക്വസ്റ്റ്യൻ അയക്കുന്നു, ഞാൻ ഉദ്ദേശിക്കുന്ന ആളുടെ സ്നേഹം സത്യസന്ധമാണോ എന്ന് നമ്മൾ ചിലപ്പോൾ ഉഴുന്നരച്ചിട്ടായിരിക്കാം നമ്മൾ അങ്ങോട്ട് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ അവിടെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്തിട്ട് മ്യൂസിക്കൊക്കെ കേട്ടിട്ട് അവർ തിരിച്ചതിന് റിപ്ലൈ തരുന്നു, നമുക്ക് നോക്കാം ഇത്ര എമൗണ്ട് എന്നൊരു രീതിയിൽ. പിന്നെ അവിടെ നിന്ന് ചാറ്റിങ്ങിൽ കൂടെ നിങ്ങൾ ആ കാര്യം പറയുന്നു, അവരപ്പോൾ തന്നെ അവിടെ കാർഡ് ഇട്ട് നോക്കുന്നു. അവർ ഫ്രീ ആവുന്ന സമയത്തുണ്ടോ, അടുക്കളയിലെ പണിയോ അല്ലെങ്കിൽ മറ്റ് പണികളൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആവുന്ന സമയത്ത് വാട്സപ്പ് വഴി റിപ്ലൈ കൊടുക്കുന്നു. വളരെ ചെറിയ ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു ചെറിയ വോയിസ് ക്ലിപ്പ്, അതിനവർ ഈടാക്കുന്നത് പല രീതിയിലുള്ള തുകയാണ്. അതൊക്കെ അവരോരോ ഇഷ്ടമാണ്. ഇതൊക്കെ ചെയ്യുന്നതും ഞാനത് തെറ്റുന്നോ ഞാനിങ്ങനെയാണെന്നോ ഞാൻ നല്ലതാണെന്നോ ഒന്നല്ല പറയുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ളൊരു ടാരറ്റിൻ്റെ വലിയൊരു ശൃംഖലയുണ്ട് മലയാളത്തിൽ. ഹിന്ദിയിലൊക്കെ ആയിരുന്നത് പണ്ട് കൂടുതലുണ്ടായ, അതിപ്പോൾ ഒരു മലയാളത്തിലും ഉണ്ട്. ഞാൻ നല്ലത് എന്നല്ല ഞാൻ പറയുന്നത്. ടാരറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഗൈഡൻസിനാണ്. നിങ്ങൾ ഏതൊരു വീഡിയോ ആരുടെ എന്തൊക്കെ കണ്ടാലും അവർക്കൊരു, നിങ്ങൾ വീഡിയോ കാണുന്നതുകൊണ്ടല്ല പൈസ കിട്ടുന്നത്. യൂട്യൂബ് പൈസ കിട്ടുന്നത് അതിനിടയ്ക്ക് വരുന്ന ആഡ് കാണുന്നതുകൊണ്ടാണ്. ഇതിൽ ടാരറ്റ് കാണുന്ന ഒരാളും ആഡ് കാണാൻ തയ്യാറായിരിക്കില്ല. നിർബന്ധപൂർവ്വം വരുന്ന ആടുകൾ, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ആടുകൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. കാരണം ഞാൻ എൻ്റെ കെട്ടിയോൻ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ തിരിച്ചു വരുമോ എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് നിൻ്റെ ആഡ് കാണാനല്ല പോകുന്നത് എന്നൊരു രീതിയിലായിരിക്കാം. നമ്മുടെ ഒരു ഇമോഷൻ വേറെ ആയിരിക്കും. അപ്പം നമുക്ക് ആ കാര്യമാണ് അറിയേണ്ടത് അതിലുള്ളത്. അപ്പോൾ അതിനെ പലരും മുതലെടുക്കുന്നുണ്ട്. ഒരാഴ്ച കഴിയുമ്പോൾ വരും, 2 ആഴ്ച കഴിയുമ്പോൾ വരും. അതേപോലെ ടിൻ ഫ്ലെയിമാണ്, സോൾമേറ്റാണ്, അതാണ് ഇതാണ്. ഇതൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഏതൊരു ജനറൽ റീഡിങ് കണ്ടാൽ ആര് ചെയ്യുന്ന വീഡിയോ ആണെങ്കിലും ഒരു ടോപ്പിക്കൽ അധിഷ്ഠിതമായിട്ടുള്ള വീഡിയോ മാത്രമാണ്. ഞാൻ ചെയ്താലും നമ്മളതിൽ റിവേഴ്സ് കാർഡുകൾ കൊടുക്കണം. അല്ലെങ്കിൽ ഒറ്റ ഒരു കാർഡ് അല്ലെങ്കിൽ ഒരൊറ്റ ടാരറ്റിൻ്റെ ഡെക്ക് മാത്രം വെച്ചിട്ട് പരിപാടി നടത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളതിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ റിവേഴ്സ് കാർഡുകൾ എടുക്കുമ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് പറയുമ്പോൾ പ്രേക്ഷകർ കുറയും. അപ്പോൾ അവർ വേറെ ചാനലിലേക്ക് പോകും. അപ്പോൾ ഈ വരുന്ന എല്ലാവർക്കും നമ്മളൊരു എന്താ പറയുക, വരൂട്ടോ, അതാണ് ട്ടോ, ഇതാണ് ട്ടോ, ഒരു ഉണ്ടത്രേ, കർമ്മബന്ധം ഉണ്ടത്രേ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു, അവിടെ സത്യം പറഞ്ഞാൽ നിങ്ങൾ വെറുതെ ടാരറ്റ് കണ്ടിട്ട് ഒരു കാര്യമില്ല. ടാരറ്റ് ജസ്റ്റ് ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ ടാരറ്റ് അല്ല ഒരിക്കലും നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ അതിനൊരു സൊല്യൂഷൻ, ഓക്കെ എനിക്ക് അതുവഴി ഞാനൊരു ടാരറ്റ് കണ്ടു തുടങ്ങി, എനിക്ക് അതുവഴി ഒരു സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് ആണ് എടുക്കേണ്ടത്. നെഗറ്റീവും പോസിറ്റീവും പറയുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്. പ്രൊമോഷനാണെന്ന് വെച്ചാലല്ല, ഞാൻ ചെയ്യുന്നത് ഓൺ കോളിലാണ് ചെയ്യുന്നത്. അല്ലാതെ അവരവിടെ ജോലിയിലായിരിക്കുമ്പോഴും ഇവിടെ ആയിരിക്കുമ്പോഴും അല്ല. നമ്മളിവരെ ഈ വ്യക്തിനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. അതെല്ലാം നമ്മൾ കേൾക്കും. അതിനുശേഷം തന്നെ അവരുടെ ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ കാർഡ് ഓൺ കോളിൽ, വാട്സപ്പ് കോളിൽ കേട്ടോ, ലൈവ് കോളിൽ, വീഡിയോ അല്ല, അതിൽ നമ്മൾ ചെയ്ത് അവരുടെ കാര്യങ്ങൾക്ക് മറുപടി കൊടുത്ത് അവർ ക്ലാരിറ്റി വന്നിട്ട് ആ ക്ലാരിറ്റി കൊടുത്താണ് പോണേ. അതാണ് ഗൈഡൻസ്. അല്ലാതെ ഈ വാട്സപ്പിലുള്ള ഒറ്റവരി പരിപാടിയല്ല. കുറേ പേർക്ക് ഇത് കിട്ടാനുള്ളൊരു, ചിലവർക്ക് പൈസയൊക്കെ അടച്ചിട്ട് റീഡിങ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നവർ കുറേ പേര് പറയുന്നുണ്ട്. അവിടെയാണ് ഞാൻ ഈ മിച്ചറിൻ്റെ കാര്യമൊക്കെ കേട്ടത്. മിച്ചറും ഇതേപോലെ കഴിച്ചും ഇപ്പോൾ മൂളിപ്പാട്ടും പാടി ടാരറ്റ് എടുക്കുന്നത് വ്ളോഗായിട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ പോയിട്ട് പേഴ്സണൽ റീഡിങ് എടുക്കാതിരിക്കുക.
റീഡിങ് നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുത്താൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. ആ ജീവനാന്ത കാലം ഇതിൻ്റെ പിന്നാലെ പോകാനല്ല. നമുക്ക് ഡയറക്റ്റ് ഒരു കാര്യം ശരിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊന്ന് ഓക്കെ അത് വെച്ചൊന്ന് നോക്കാം, നാളെ ഒരു ജോലിക്ക് പോകുമ്പോൾ കിട്ടുമോ എന്നറിയാം. അങ്ങനത്തെ ഓരോ നമ്മളുടെ ഒരു തോട്ടിന് അല്ലെങ്കിൽ എന്താണ് അവിടെ മാറ്റം വരുത്തേണ്ടത് എന്നറിയാനാണ്. പ്രതീക്ഷകൾക്ക് ആക്കാൻ കൂട്ടാനല്ല. എന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേൾക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാലും അറിയാതെ നമ്മുടെ മൈൻഡിലോട്ട് ഇത് വരുന്നുണ്ട്. നമ്മുടെ ചിന്തകളാണ് നമ്മൾ രൂപപ്പെടുത്തുന്നത്. ഒരാൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരുന്നിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല. ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നത് ഒരിക്കലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടോ നിങ്ങൾ പറഞ്ഞിട്ടോ അല്ല. അപ്പോൾ പിന്നെ ആ വ്യക്തി പോകുന്ന സമയത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളായിട്ടുള്ള പർപ്പസ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് തന്നെ വിശ്വസിക്കാം. അതൊരു ഭാഗ്യശക്തികളെ കൊണ്ടുണ്ടാക്കുന്നതല്ല, യൂണിവേഴ്സ് സംഭവിക്കാനുള്ളത്. അതിൽ കർമ്മബന്ധങ്ങളും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ മുതലെടുക്കുന്ന ടാരറ്റുകാരെ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം. നമ്മളൊരു 9 കാർഡ് എടുത്തിട്ടുണ്ട്. ഇത് പല ടൈപ്പിലാണ് വായിക്കുക. ലെനോർമൺ കാർഡ്സ് ആണ്. അപ്പോൾ ഇതിൽ വായിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു കാർഡിൻ്റെ ഉള്ളടക്കം മൊത്തത്തിൽ ഞാൻ പറയുന്നുണ്ട്. ഒരു കുഞ്ഞിൻ്റെ കാർഡ് കിട്ടിയിട്ടുണ്ട്, ചൈൽഡ്. അതേപോലെ തന്നെ സ്റ്റോർക്ക് വരുന്നുണ്ട്, മല വരുന്നുണ്ട്, കപ്പൽ വരുന്നുണ്ട്, ഡോഗ് വരുന്നുണ്ട്, ഹൃദയം, ബുക്ക്, ഒരു ലെറ്റർ എഴുത്ത് കാണിക്കുന്നുണ്ട്, ലില്ലീസ് ആ പൂക്കളെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ മനസ്സിലാ ചിന്തിക്കുന്ന വ്യക്തി അവരും നിങ്ങളുമായിട്ട് എന്തിനാണ് ഈ അകലം എന്നുള്ള ടോപ്പിക്കിലാണ് നോക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്ന ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്ന് നോക്കാം. ഒരിക്കലും നിങ്ങളുടെ റീഡിംഗ് അല്ല. നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി കാര്യങ്ങൾ അറിയാൻ നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ നോക്കാം എന്തുകൊണ്ടാണ് അവർ ഈ അകലം സൂക്ഷിക്കുന്നത്. ഒരു പുതിയ തുടക്കത്തിനായിട്ടുള്ള ഒരു കാത്തിരിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാനിരിക്കുന്ന വലിയൊരു മാറ്റത്തിനെ സൂചിപ്പിക്കുന്നുണ്ട്. വലിയ തടസ്സങ്ങൾ പറയുന്നുണ്ട് ഈ പറഞ്ഞ മല എന്ന് പറഞ്ഞ ഒരു ചിത്രം വരുമ്പോൾ. പക്ഷേ ദൂരദേശത്തേക്കോ അല്ലെങ്കിൽ ദൂരത്തേക്കുള്ളൊരു യാത്രേനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ഷിപ്പ്. അകലം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഭൗതികമായിട്ടാകാം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ളൊരു വലിയൊരു ദൂരത്തിനെയാണ് കാണിക്കുന്നത് ആ കാർഡുകൾ വരുമ്പോൾ. അതുപോലെ തന്നെ ഡോഗും ഹൃദയവും വരുന്ന സമയത്ത് വിശ്വസ്തത, സ്നേഹം. ഈ അകലം ഉണ്ടായിട്ടും ഹൃദയത്തിൽ അവരോടുള്ളൊരു കരുതൽ നിലനിൽക്കുന്ന പോലെ. ബുക്ക്, ലെറ്റർ, ലില്ലീസ് ഇതൊക്കെ നോക്കുമ്പോൾ രഹസ്യങ്ങളെയാണ് ബുക്ക് സൂചിപ്പിക്കുന്നത്. ലെറ്റർ വാർത്തകളെയാണ് പറയുന്നത്. സമാധാനം അല്ലെങ്കിൽ ഒരു പക്വത അതിനെയാണ് ഈ ലില്ലി പൂക്കൾ സൂചിപ്പിക്കുന്നത്. കാരണം ഈ ഒരു ബന്ധത്തിലെ സത്യാവസ്ഥകൾ പുറത്തു വരാൻ സമയമെടുക്കും എന്നാണ് പറയുന്നത്. ഈ ഒരു അകലം എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഇതൊരു ശിക്ഷയല്ല ഒരിക്കലും. ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ് എന്ന് പറയില്ലേ, ഒരു പരിവർത്തന പ്രക്രിയ. ഇതിൽ ഈ മല വരുന്നത് നിങ്ങൾ തമ്മിലുള്ളൊരു ആശയവിനിമയത്തിലെ വലിയൊരു തടസ്സത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ സ്റ്റോർക്ക് വരുമ്പോൾ സാഹചര്യങ്ങളെയാണ് കാണിക്കുന്നത്, മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ. ഈ ഒരു അകലം ഒരുപക്ഷെ ആ ഒരു വ്യക്തിയോ നിങ്ങളോ സ്വയം തിരഞ്ഞെടുത്തതാകാം. കാരണം ഒരുപക്ഷെ നിങ്ങളുടെ ഒരു സ്വയം കണ്ടെത്തലിന് വേണ്ടിയിട്ടോ അല്ലാതെ ഒരിക്കലും നിങ്ങളോടുള്ള ആ ഒരു ബന്ധത്തിലുള്ള റിലേഷൻഷിപ്പിലുള്ള ഒരു വെറുപ്പ് കൊണ്ടല്ല എന്ന് പറയുന്നുണ്ട്. ഇതിലെ പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ചിന്തിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾ അവരും തമ്മിലുള്ളൊരു ഹൃദയബന്ധം ഇപ്പോഴും വളരെയധികം ശക്തമാണ് എന്ന് കാണിക്കുന്നുണ്ട്. ഡോഗിൻ്റെ കാർഡ് വരുമ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോഴും വിശ്വസ്തത ഉണ്ട് എന്നാണ് പറയുന്നത്. ലില്ലി പൂക്കൾ സൂചിപ്പിക്കുന്നത് ഈ ഒരു അകലം നിങ്ങൾക്ക് ഒരു പക്വത നൽകുമെന്നും കാലക്രമേണ ഒരു സമാധാനം തിരികെ വരും എന്നാണ്. ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ എന്ന് പറഞ്ഞാൽ ബുക്ക് സൂചിപ്പിക്കുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാകില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു അകലം എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. മല കാണിക്കുന്നത് മറികടക്കാൻ പ്രയാസമുള്ള ഒരുപക്ഷെ ഒരു ഈഗോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിനെയാണ് കാണിക്കുന്നത്. ഇതിലൊരു റെമഡീസ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരു സൈലന്റ് കമ്മ്യൂണിക്കേഷൻ, ഒരു സൈലന്റ് ലെറ്റർ എന്നൊക്കെ പറയില്ലേ, ലെറ്റർ കാർഡ് ഇതിൽ പ്രധാനമാണ്. അവരെ നേരിട്ട് വിളിക്കുന്നതിനേക്കാൾ വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വികാരങ്ങൾ എന്തൊക്കെയാണോ, അവരോട് എന്തൊക്കെയാണോ പറയാനുള്ളത്, എന്തൊക്കെയാണ് നിങ്ങളുടെ സംശയങ്ങൾ, എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, എല്ലാം ഒരു കടലാസിൽ എഴുതി വെക്കുക. അയക്കണ്ട.
അത് നിങ്ങളുടെ ഒരു മനസ്സിൻ്റെ ഭാരം കുറയ്ക്കാൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. ക്ഷമയുടെ ലില്ലി പൂക്കൾ എന്നാണ് പറയുന്നത്. ലില്ലീസിനെ സമാധാനത്തിൻ്റെ പ്രതീകമാണ്. വെള്ള നിറത്തിലുള്ള പൂക്കൾ മുറിയിൽ വയ്ക്കുന്നത് നിങ്ങളുടെ ഒരു മാനസികമായിട്ടുള്ളൊരു സമ്മർദ്ദത്തിനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും എന്ന് പറയുന്നുണ്ട്. മൗണ്ടൻ ബ്രേക്കിംഗ് പറയുന്നുണ്ട്. ആ ഒരു മലയിൽ ആ ഒരു തടസ്സത്തിനെ മറികടക്കാൻ നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തുക. അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല, പക്ഷെ അത് പതിയെ അത് ഓട്ടോമാറ്റിക്കലി അത് സെറ്റാവും. നിങ്ങൾ എത്രത്തോളം അവരെ ശ്രദ്ധിക്കുന്നോ അത്രത്തോളം ഈ മല ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. ഒരു ഡിറ്റാച്ച്മെൻ്റാണ് ഈ ഒരു സമയം വേണ്ടത്. ക്രിസ്റ്റൽ ഹീലിങ്ങിന് ഈ പറഞ്ഞ പോലെ തന്നെ റോസ് കോഡ്സ് കൈവശം വയ്ക്കുന്നത് നല്ലതാണ്. ഹൃദയബന്ധത്തിലെ അകലം കുറയ്ക്കാനും വൈകാരികമായിട്ടുള്ളൊരു സമാധാനം ലഭിക്കാനും സഹായിക്കും. റോസ് കോഡ്സിൻ്റെ ടെമ്പിൾ സ്റ്റോണൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു മാറ്റം ഈ ഒരു ബന്ധത്തിൽ അനിവാര്യമാണ് എന്നൊരു സന്ദേശമാണ് കൂടുതലും ഈ ഒരു ഇതിൽ വരുന്നത്. കാരണം നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തിൽ ഒരു പുനർജന്മം ആവശ്യമാണ്. പഴയ രീതിയിലുള്ളൊരു സംസാരമോ ഒരു ആശയവിനിമയമോ ഇവിടെ നടക്കില്ല, അല്ലെങ്കിൽ അത് സാധ്യമാകില്ല എന്ന് പറയുന്നുണ്ട്. ചൈൽഡിൻ്റെ കാർഡ് വരുമ്പോൾ ഒരു പുതിയ തുടക്കമാണ് പറയുന്നത്. നിലവിലെ അകലം പൂർണ്ണമായിട്ടുള്ളൊരു അവസാനമല്ല, മറിച്ച് ബന്ധം പുതിയൊരു തലത്തിലോട്ട് വളരുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇടവേളയാണ് എന്നാണ് കാർഡുകൾ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ അകലം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തടസ്സമല്ല. എന്താ പറയുക, ഒരു പക്വതയോടുകൂടിയ ഒരു പരിവർത്തനത്തിൻ്റെ കാലമാണ് എന്ന് പറയില്ലേ. നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്ത പാതകളിൽ ഷിപ്പിൻ്റെ എനർജി സഞ്ചരിക്കുകയാണെങ്കിലും ഹൃദയത്താൽ ബന്ധപ്പെട്ടിരിക്കുന്നൊരു അവസ്ഥ എന്ന് പറയില്ലേ, അത് ഇതിനെ നമ്മളൊരു സിഗ്നിഫിക്കേറ്റർ രീതിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലെ അകലം വലിയൊരു സൈക്കിൾ പോലെയാണ്. ഓക്കെ, ഈ സ്റ്റോർക്കും ഷിപ്പും വരുമ്പോൾ ഇത് കാണിക്കുന്നത് പെട്ടെന്നുള്ളൊരു മാറ്റമല്ല, മറിച്ച് ദീർഘകാലം എടുക്കുന്നൊരു മാറ്റത്തിനെയാണ്. ഈ ഒരു അകലം ഇന്നും ഇന്നലെയായിട്ട് തുടങ്ങിയതായിരിക്കില്ല, ഇതിനൊരു ഹിസ്റ്ററി ഉണ്ടാകും. ഷിപ്പ് ദൂരത്തിനെയും ദീർഘയാത്രയെയും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വേഗത്തിൽ ശരിയാകും എന്നൊരിക്കലും വിചാരിക്കരുത്. പിന്നെ ചൈൽഡും ഡോഗും വരുമ്പോൾ ഇത് കാണിക്കുന്നത് നിഷ്കളങ്കമായിട്ടുള്ളൊരു വിശ്വാസം അത് നഷ്ടപ്പെട്ടതായിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ. ഒരുപക്ഷെ നിങ്ങൾ തമ്മിലുള്ള ഒരു അകലത്തിന് കാരണം പഴയ എന്തെങ്കിലും ചെറിയ തെറ്റിദ്ധാരണകളായിരിക്കാം. അത് വളർന്ന് വലിയൊരു മലയായിട്ട് മാറിയതാകാം. ഒരു ഹിഡൻ ട്രൂത്ത് എന്ന് പറയുമ്പോൾ ബുക്ക് ആൻഡ് ലെറ്റർ അതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ അവർക്ക് നിങ്ങളോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ അവരത് രഹസ്യമാക്കി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥ. ഒരുപക്ഷെ അവർക്ക് ഈ ഒരു സമയം അത് സാധിക്കാത്തൊരവസ്ഥ. ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെറ്റർ ആശയവിനിമയം അത് വരാൻ വേണ്ടി സമയമെടുക്കും എന്ന് പറയുന്നുണ്ട്. അഥവാ അത് സംഭവിക്കുമ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും സംഭവിക്കുന്നത്. ബുക്ക് എന്ന് പറഞ്ഞ ഒരു അറിവ് കൂടിയാണ്. കാരണം ഈ ഒരു അകലം നിങ്ങൾ രണ്ടുപേർക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു അവസരമാണ്. ഓക്കെ, കാരണം എന്തുകൊണ്ട് ഈ ഒരു അകലം, അതിന് കാർഡുകൾ നോക്കുമ്പോൾ ഒരു വ്യക്തി സ്വാതന്ത്ര്യം, ഇൻഡിവിജ്വലി നിങ്ങൾ രണ്ടുപേരും വളരേണ്ടുന്ന ഒരു ആവശ്യകതയെ പറയുന്നുണ്ട്. ലില്ലീസ് കാർഡ് വരുമ്പോൾ പക്വത, ഒരു ശാന്തത, അതിനെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സ്വയം വികസിക്കാൻ ശ്രമിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു അവസ്ഥ വരുന്നത്. മൗണ്ടൻ തടസ്സമാണെങ്കിലും മലയുടെ മുകളിൽ നിന്നാണ് കാഴ്ച കൂടുതൽ നമുക്ക് വ്യക്തമാകുന്നത്. നിങ്ങളിപ്പോൾ നോക്കി നിൽക്കുന്ന ഈ ഒരു അകലം നിങ്ങൾ രണ്ടുപേർക്കും പരസ്പരം അകലെ നിന്ന് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാൻ വേണ്ടി ഉള്ളൊരു അവസരമാണ് നൽകുന്നത്. ഇനി നിങ്ങൾ സ്വയം എപ്പോഴാണ് നിങ്ങൾ അവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് നിർത്തിയത് എന്ന് ചിന്തിക്കാം. കാരണം അങ്ങനെ ഒരു കാര്യം നിങ്ങൾ അവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് അത് നിങ്ങൾക്ക് ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതാണ് പ്രശ്നം. എക്സ്പെക്റ്റേഷൻ, ഓക്കെ, അതാണ് പ്രശ്നം. അതിനെയാണ് ഈ ഒരു മൗണ്ടൻ കാർഡ് കാണിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തരത്തിൽ ചിന്തിക്കാം, ഈ ഒരു അകലം കൊണ്ട് എനിക്ക് ലഭിച്ച നല്ല മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അത് ആ ചൈൽഡ് കാർഡിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു പുതിയ തുടക്കം, മാറ്റേണ്ടത് മാറ്റാനുള്ളൊരു തുടക്കം. ഓക്കെ, ലെറ്ററിൻ്റെ കാർഡ് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ വികാരങ്ങൾ സത്യസന്ധമായിട്ട് തുറന്ന് പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ ആഗ്രഹിക്കുന്നതും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഇതിൽ എഴുതിയിട്ടുണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊന്നുകൂടി ക്ലിയർ ആവും.
ഇതിൽ പറയുന്നത് ഒരു ലെറ്റിംഗ് ഗോ ആണ്. ഷിപ്കാർഡ് പറയുന്ന പോലെ ഒഴുക്കിനനുസരിച്ച് നീങ്ങാനാണ് പറയുന്നത്. നിങ്ങളൊരു കപ്പലിനെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചാൽ അത് തകരുള്ളൂ. ഓക്കെ, ഈ ഒരു അകലത്തിന് നമ്മൾ ബലമായിട്ട് തടയാൻ ശ്രമിക്കരുത് എന്ന് പറയുന്നുണ്ട്. അവർക്ക് അവരൊരു സമയം നൽകുക എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഈ റീഡിങ്ങിൽ ഒരു ഡോഗ് കാർഡ് വരുന്നുണ്ട്. അത് വരുമ്പോൾ ഈ ഒരു അകലത്തിനിടയിലും അവർ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. ഒരു ഒബ്സർവേഷൻ നിങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. അവർ നിങ്ങളെ പൂർണ്ണമായിട്ടും മറന്നിട്ടില്ല. പക്ഷേ ഈ മൗണ്ടൻ്റെ ഒരു കാർഡ് ഉള്ളതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ റിലേഷൻഷിപ്പിൽ അടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ഞാൻ പറയുന്നത് ആദ്യം ഒന്നിക്കും അങ്ങനെ എന്തോ പറഞ്ഞൊരു രണ്ടാമത് ഇല്ല എന്ന് പറയുന്നത്. ഇത് ജനറൽ റീഡിംഗ് ആണ്. ഇത് കാണുന്നത് പല വ്യക്തികളായിരിക്കും. അപ്പോൾ ഒരു ഏകദേശം ഇത്ര ആളുകൾക്ക് ഇങ്ങനെ ഫലിക്കും, ഇത്ര ആളുകൾക്ക് അങ്ങനെ ആ ഒരു രീതിയിലാണ്. ഫലിക്കുമെന്നല്ല, റെസനേറ്റ് ആവും എന്നൊരു രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒരു ക്ലാരിറ്റി ഇതിൽ ഞാൻ തന്നത്. ഓക്കെ, പിന്നെ ഈ കാർഡുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് ഒരു പരിവർത്തനത്തിൻ്റെ പാതേനെ തന്നെയാണ് പറയുന്നത്. ഒരു പ്രക്രിയ നടക്കുന്നു എന്ന് പറയില്ലേ, ചൈൽഡ് മാറ്റങ്ങളെ, പുതിയ മാറ്റങ്ങളെ, ഒരു പുതിയ തുടക്കം, ഒരു പുതിയ മാറ്റങ്ങളെ കൊണ്ടുവരുന്നു. ആ മാറ്റങ്ങളെ വലിയൊരു തടസ്സത്തിലോട്ട് നയിക്കുന്നു. അങ്ങനെ നിങ്ങൾ തമ്മിൽ ഉണ്ടായ ഒരു അകലം എന്ന് പറയുന്നത് ഒരു മാറ്റം സംഭവിച്ചപ്പോൾ ഉണ്ടായ സംഭവമാണ്. ഇത് ഈ ബന്ധത്തിൽ സംഭവിക്കേണ്ടതാണ്. ഒരു പരിവർത്തനത്തിൻ്റെ കാലമാണ് എന്നാണ് പറയുന്നത്. ഇതൊരു വികാരപരമായിട്ടുള്ള ഒരു യാത്രയാണ്. രണ്ടാമത്തെ വരി നോക്കുമ്പോൾ ഷിപ്പ്, ഡോഗ്, ഹൃദയം, ഇതൊക്കെ വരുമ്പോൾ ഒരു ഹൃദയത്തിൻ്റെ ഒരു വിശ്വസ്തത, സ്നേഹം, ദൂരേക്ക് പോവുകയാണെങ്കിലും ഒരു വിശ്വസ്തതയും ഒരു സ്നേഹവും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ വരി നോക്കുമ്പോൾ ബുക്ക്, ലെറ്റർ, ലില്ലീസ് ആണ് വരുന്നത്. ഇതൊരു ഫൈനലായിട്ടുള്ളൊരു ഇതാണ്. രഹസ്യങ്ങൾ അല്ലെങ്കിൽ പറയാതെ പോയ കാര്യങ്ങൾ ഒരു സന്ദേശത്തിലൂടെ പക്വതയിലേക്ക് എത്തുന്ന ഒരു ഇതിനെ പറയുന്നുണ്ട്. ഇവിടെ അകലം എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു സെൽഫ് ഡിഫെൻസ് മെക്കാനിസം ആണ്. ബുക്ക് പ്ലസ് മൗണ്ടൻ വരുമ്പോൾ അവരെന്തുകൊണ്ട് അകലം പാലിക്കുന്നു എന്നതിന് പിന്നിൽ അവർക്ക് പുറത്തു പറയാത്ത വലിയൊരു ഭാരമോ ചിന്തകളോ സാഹചര്യങ്ങളോ ഉണ്ട് എന്നാണ് പറയുന്നത്. അവർക്കൊരു പക്ഷെ നിങ്ങളോട് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം ആ ഒരു മല അവർ സൃഷ്ടിച്ചത് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു കാർഡുകൾ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ വൈകാരികമായിട്ടുള്ള ഒരു മറുപടി ലഭിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അത് ലഭിക്കാൻ ഇനിയും സമയമെടുക്കും എന്നാണ് പറയുന്നത്. ലില്ലീസ് ഒരു സമയത്തിനെയാണ് കാണിക്കുന്നത്, ഒരു ടൈം അല്ലെങ്കിൽ ഒരു പേഷ്യൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു ബന്ധം പെട്ടെന്നൊരു തീരുമാനത്തിലെത്തേണ്ടതല്ല, മറിച്ച് സാവധാനം പതിയെ പതിയെ പക്വത പ്രാപിക്കേണ്ട ഒരു ബന്ധമാണ് എന്ന് പറയുന്നുണ്ട്. ഇതിലൊരു സ്പിരിച്വൽ റെമഡീസ് കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു അകലം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ചെയ്തു നോക്കാം. മുജ്ജന്മങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു അകലം നിങ്ങൾ രണ്ടുപേരുടെയും ഒരു ആത്മീയ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് പഠിക്കേണ്ട ചില പാഠങ്ങൾ ഇനിയും ബാക്കിയുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റും ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക. ലാവൻഡർ പോലെയുള്ള സുഗന്ധങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാനും ഈ മൗണ്ടൻ തരുന്ന ഒരു മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ബന്ധം ഒരിക്കലും അവസാനിച്ചിട്ടില്ല എന്താ പറയുക, മറിച്ച് ഇതൊരു വലിയൊരു റിഫ്രഷ് മോഡ് എന്ന് പറയില്ലേ. ചൈൽഡ് സ്റ്റോർക്കൊക്കെ വരുമ്പോൾ പഴയ രീതിയിൽ നിങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്തിയപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ മാറുകയാണ്. ബുക്കും ലെറ്ററും പറയുന്നത് നിങ്ങൾ എന്താണോ അറിഞ്ഞില്ല അത് കാലം നിങ്ങൾക്ക് തെളിയിച്ചു തരും എന്നാണ് പറയുന്നത്. പക്വതയോടുകൂടി തന്നെ കാത്തിരിക്കാനാണ് പറയുന്നത്. കാരണം ഈ ഒരു അകലം നിങ്ങൾ രണ്ടുപേരെയും കൂടുതൽ കരുത്തരാക്കുകയാണ് എന്നും പറയുന്നുണ്ട്. ഇതിൽ ഡോഗും ഹൃദയമൊക്കെ വരുന്ന സമയത്ത് അവർക്ക് നിങ്ങളോടുള്ളൊരു സ്നേഹം എന്ന് പറഞ്ഞാൽ നിരുപാധികമാണ്. ഓക്കെ, അൺകണ്ടീഷണൽ ലവ് ആണ്. അകലം എന്ന് പറയുന്നത് ഒരു തരം ഇമോഷണൽ സ്പേസ് മാത്രമാണ്, വെറുപ്പല്ല. ഓക്കെ, അതുപോലെ തന്നെ ഒരു കഥ പോലെ നമ്മളിതിപ്പോൾ പറഞ്ഞു.
ഒരു പുതിയ മാറ്റത്തിന് പറഞ്ഞു, കാർഡുകൾ കൂട്ടിവെച്ചു. വലിയൊരു ദൂരവും തടസ്സവും പറഞ്ഞു. വിശ്വസ്തത, സ്നേഹം കാർഡുകൾ കാണിച്ചു തന്നു. രഹസ്യങ്ങൾ പുറത്തു വരുന്നതായിട്ടും അതുവഴി നമുക്ക് സമാധാനം ലഭിക്കുന്നതായിട്ടും പറയുന്നുണ്ട്. ഇതൊരു നല്ല ആഴത്തിലുള്ള ഒരു ബന്ധമാണ്. കാരണം ഇത് ഈ ജന്മത്തിൽ മാത്രം അവസാനിക്കുന്നതുമല്ല എന്നും കൂടിയുണ്ട്. കർമ്മപരമായിട്ടുള്ള ഒരു വായന വരുമ്പോൾ ഇതിനൊരു ആത്മീയമായിട്ടുള്ള ഒരു അർത്ഥമുണ്ട്. ഡോഗും ഹൃദയം കൂടി വരുമ്പോൾ ഈ ഒരു ബന്ധത്തിന്റെ ആഴത്തിനെയാണ് പറയുന്നത്. അത് ഈ ഒരു ജന്മത്തിൽ മാത്രം അവസാനിക്കുന്നതല്ല എന്നുള്ളൊരു സൂചന കൂടി നൽകുന്നുണ്ട്. അകലം വരുമ്പോൾ നമ്മളൊരു മനഃശാസ്ത്രപരമായിട്ട് പറയുമ്പോൾ ഈ ബുക്കും മൗണ്ടനൊക്കെ തന്നെ വരുമ്പോൾ അവരുടെ മനസ്സിലെ രഹസ്യങ്ങളില്ലേ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു ആശയവിനിമയത്തിനെ എങ്ങനെ തടയുന്നു എന്നതാണ് പറയുന്നത്. അപ്പോൾ ആദ്യ വരിയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു മാറ്റത്തിന്റെ തുടക്കം, രണ്ടാം വരിയിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, മൂന്നാം വരിയിൽ സമാധാനത്തിലേക്കുള്ള ഒരു വഴിയാണ് കാർഡുകൾ നമുക്ക് വ്യക്തമായിട്ട് തരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചൈൽഡും ലില്ലീസും വരുന്ന സമയത്ത് ഒരു പുതിയ തുടക്കത്തിൽ ചൈൽഡിൽ നിന്ന് ആരംഭിച്ച ഒരു പക്വതയിലേക്കും സമാധാനത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു യാത്രയാണ് ഈ റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു അകലം നിങ്ങളെ മാനസികമായിട്ട് വളർത്തുവാൻ വേണ്ടിയാണ് എന്നാണ് ആദ്യം വിശ്വസിക്കേണ്ടത്. ഓക്കെ, അത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ആ ഒരു പെട്ടെന്നുള്ളൊരു മാറ്റങ്ങൾ ഒരു പക്ഷെ ഒരു സന്ദേശത്തിലൂടെയോ വാർത്തയിലൂടെയോ സ്ഥിരീകരിക്കപ്പെടും എന്നും പറയുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഒരു അകലത്തിന് കാരണം ആ ഒരു വലിയ രഹസ്യമോ വെളിപ്പെടാത്ത ഒരു അറിവോ ആണ്. ആ രഹസ്യം തന്നെയാണ് മല പോലെ നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആ ഒരു തടസ്സം എന്നും പറയുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിന്റെ തുടക്കം ശുദ്ധമായിട്ടുള്ളൊരു സ്നേഹമായിരുന്നു, ഒരു ഹൃദയമായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ ഒരു മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോർ കാർഡിന്റെ എനർജിയാണ് വരുന്നത്. കാരണം ഈ ഒരു മൗണ്ടൻ നിലനിൽക്കുമ്പോഴും വിശ്വസ്തനായ ആ ഒരു വ്യക്തി ഒരു സന്ദേശത്തിനായിട്ട് കാത്തിരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഡോഗ് ഒരു പക്ഷെ നിങ്ങളാകാം, അല്ലെങ്കിൽ ആ വ്യക്തിയോ ആകാം. അതേപോലെ തന്നെ ഷിപ്പും ബുക്കും സ്റ്റോർക്കും വരുമ്പോൾ യാത്രയും അറിവും ചേരുമ്പോൾ അത് മാറ്റങ്ങളെയാണ് ക്ഷണിക്കുന്നത്. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു അകലം അറിവ് നേടാനുള്ള ഒരു യാത്രയായിട്ടും കാർഡുകൾ പറയുന്നുണ്ട്. കാരണം ഈ ഒരു ബന്ധം വികസിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ കോണോട് കോൺ നോക്കുമ്പോൾ ചൈൽഡ് ടു ലില്ലീസ് ആണ് വരുന്നത്. ബന്ധത്തെ വികസിക്കുന്നു. ഓക്കെ, പലതരത്തിൽ. അതേപോലെ തന്നെ മൗണ്ടനും ബുക്കും വരുന്ന സമയത്ത് ഇതൊരു വെല്ലുവിളിയാണ്. മലയും പുസ്തകവും വരുമ്പോൾ നിങ്ങൾക്ക് മറുപടി കിട്ടാൻ പ്രയാസമാണ്. ആ ഒരു വ്യക്തി ഇപ്പോൾ സ്വയം ഉള്ളിലേക്ക് ചുരുങ്ങുന്നൊരു അവസ്ഥ എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ഒരു അകലം എന്ന് ചോദിക്കുമ്പോൾ ആ വ്യക്തിയുടെ വശത്ത് നിന്ന് നോക്കുമ്പോൾ അവരിപ്പോൾ ഒരു ബുക്കാണ്. അവരുടേതായ ഒരു ലോകത്ത്, അല്ലെങ്കിൽ അവരുടെ ജോലികളിൽ, അവരുടെ തിരക്കുകളിൽ, അല്ലെങ്കിൽ ഒരു ഏകാന്തതയിലാണ് എന്നാണ് പറയുന്നത്. അവരെ നിങ്ങളോട് വെറുപ്പ് കൊണ്ടല്ല ഒരിക്കലും അകലം പാലിക്കുന്നത്, മറിച്ച് അവർക്ക് തന്നെ സ്വയം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഭാഗത്ത് നോക്കുമ്പോൾ നിങ്ങളൊരു ഡോഗാണ്, വിശ്വസ്തയോടെ കാത്തിരിക്കുന്നു. പക്ഷേ ഈ ഹൃദയവും ലെറ്ററും സൂചിപ്പിക്കുന്നത് നിങ്ങൾ സ്നേഹത്തോടെ എന്തെങ്കിലും ഒന്ന് എഴുതാനോ സന്ദേശം അയക്കാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ പക്വതയോടെ മാത്രം ചെയ്യുക എന്നാണ് പറയുന്നത്. വൈകാരികമായിട്ട് തകർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള സന്ദേശങ്ങൾ മൗണ്ടൻ എന്ന് പറഞ്ഞൊരു തടസ്സത്തിനെ പിന്നെ നിങ്ങൾക്കിടയിൽ വലുതാക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിന് റെമഡി എന്ന് പറയുകയാണെങ്കിൽ ടൈം തന്നെയാണ് അതിൻ്റെ റെമഡി. സ്റ്റോർക്കും ഷിപ്പും ഈ ഒരു അകലത്തിനെ ഒരു യാത്രയായിട്ട് കാണുക. ബുക്കും ലെറ്ററും എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മറുപടി വരാൻ അല്പം കൂടി സമയം കൊടുക്കുക, ക്ഷമ കാണിക്കുക. കാരണം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷൻ എന്ന് പറഞ്ഞ ഡോഗ് തന്നെയാണ്, വിശ്വസ്തത. അവർക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിയുന്നില്ലെങ്കിലും അവരുടെ ഹൃദയത്തിൽ നിങ്ങളൊരു വിശ്വസ്ത സ്ഥാനം അറിയിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഇതിലെ എല്ലാ കാർഡുകളും ഈ ഡോഗിനെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഒരു അകലം എത്ര വലുതാണെങ്കിലും ഈ ഒരു ബന്ധത്തിന്റെ അടിത്തറ വിശ്വാസമാണ്. ആ വിശ്വാസം ഒരിക്കലും ചോർന്നു പോയിട്ടില്ല, ചോർന്നു പോകുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അകലം പാലിക്കുന്നുണ്ടെങ്കിലും ആ വ്യക്തിയുടെ അബോധ മനസ്സിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങളൊരു വിശ്വസ്ത സുഹൃത്താണ് അല്ലെങ്കിൽ പങ്കാളിയാണ് എന്ന് കാർഡുകൾ പറയുന്നുണ്ട്. ഡോഗ് സെൻട്രലിൽ തന്നെ വന്നതുകൊണ്ട് ഈ ഒരു അകലം ഒരു ഘട്ടം കഴിയുമ്പോൾ അവസാനിക്കും. കാരണം ഈ ഒരു അകലം ടെമ്പററി ആണ്, ശാശ്വതമാണ്. ഓക്കെ, പിന്നെ നമ്മളിതിനെ ഹൊറിസോണ്ടലും വെർട്ടിക്കലായിട്ട് നോക്കുമ്പോൾ, ഹൊറിസോണ്ടലായിട്ട് നോക്കുകയാണെങ്കിൽ ഷിപ്പ്, ഡോഗ്, ഹൃദയം ഇതാണ് വരുന്നത്. ഇതൊരു വൈകാരികമായിട്ടുള്ളൊരു യാത്രയാണ്. സ്നേഹം, അതാണ് ഹൃദയം കാണിക്കുന്നത്.
ഷിപ്പ് യാത്രേനെയാണ് പറയുന്നത്. സ്നേഹത്തിന് ഒരിക്കലും നിങ്ങൾക്കിടയിൽ കുറയുന്നില്ല. അത് നിങ്ങളുടെ വികാരങ്ങളെ കൂടുതൽ പക്വതയുള്ളതാക്കുകയാണ് എന്നാണ് പറയുന്നത്. വെർട്ടിക്കലായിട്ട് നോക്കുമ്പോൾ സ്റ്റോർക്കും ഇതേപോലെ തന്നെ ഡോഗും ലെറ്ററും വരുന്നുണ്ട്. മാറ്റങ്ങൾ വരുന്നുണ്ട്. അതൊരു സന്ദേശത്തിലൂടെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. അത് ഈ ഒരു അകലം മാറാൻ ആ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു മറുപടിയോ സന്ദേശമോ നിങ്ങളിലേക്ക് വരും എന്ന് പറയുന്നുണ്ട്. കാരണം ഇതിൽ രണ്ട് തരം എനർജിയാണ് വരുന്നത്. എയർ വരുന്നുണ്ട്, വാട്ടർ വരുന്നുണ്ട്. എയർ എന്ന് പറയുമ്പോൾ ഒരു മെന്റൽ എനർജിയാണ്. ബുക്ക്, ലെറ്റർ, മൗണ്ടൻ അതൊക്കെ വരുന്നത് എന്താണ് നിങ്ങൾക്കിടയിൽ ആ ബന്ധത്തിനെ വിശകലനം ചെയ്യുക എന്നാണ് പറയുന്നത്. ചിന്തിക്കുക, തടസ്സങ്ങൾ എന്തൊക്കെയാണോ അത് കണ്ടെത്തുക. ഇത് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, വാട്ടർ എലിമെന്റ് വരുമ്പോൾ ഒരു ഇമോഷണൽ എനർജിയാണ് പറയുന്നത്. ഷിപ്പ്, ഹൃദയം, ലില്ലി പൂക്കളുടെ ഇത് വരുന്നുണ്ട്. ഒഴുകുക, സ്നേഹിക്കുക, സമാധാനം കണ്ടെത്തുക. ഇത് നിങ്ങൾ ഒരു എത്തിച്ചേരേണ്ട അവസ്ഥയാണ് പറയുന്നത്. അതിലോട്ട് എത്തണം നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട്. എയറിൽ നിന്ന് മാറി വാട്ടറിലോട്ട് എത്തണം എന്ന്. കാരണം നിങ്ങൾ ബുക്ക് അല്ലെങ്കിൽ രഹസ്യം ചിന്ത എന്നൊരവസ്ഥയിൽ നിന്ന് സന്ദേശം എന്നതിലേക്കാണ് മാറാൻ ശ്രമിക്കേണ്ടത്. അതിനിടയിലാണ് ഈ പറഞ്ഞ ഒരു മൗണ്ടന്റെ തടസ്സം വരുന്നത്. ഓക്കെ, ഇതിലിപ്പോൾ നമ്മൾ റെമഡീസ് പറയുകയാണെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് അല്ല, മറിച്ച് ഇതൊരു സ്പിരിച്വൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയില്ലേ. നിങ്ങൾ അവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതില്ല, പക്ഷേ അവരെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ സ്വയം തളരുകയും വേണ്ട. ഓക്കെ, ഇത് ലില്ലീസ് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനമാണ് വരുന്നത്. അതൊരു സമാധാനത്തിന്റെ വാഗ്ദാനമാണ്. എല്ലാ തടസ്സങ്ങൾക്കും എല്ലാ മലകൾക്കപ്പുറം ഒരു സമാധാനമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു തുറന്ന പറച്ചില്, ഒരു വ്യക്തമായിട്ടുള്ളൊരു സന്ദേശം, ലെറ്ററും ബുക്കും അതിൻ്റെ ഒരു എനർജി വരാൻ ഇനിയും കുറച്ച് കാലതാമസം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോഴേക്കും നിങ്ങളെ ആ ലില്ലീസ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കൂടുതൽ പക്വതയുള്ള ഒരു വ്യക്തിയായിട്ട് മാറും എന്ന് കാർഡുകൾ പറയുന്നുണ്ട്. ഇതിൽ ഹൗസ് 1 നോക്കുന്ന സമയത്ത് ചൈൽഡാണ് വരുന്നത്. തുടക്കത്തിൽ ആ ചൈൽഡ് വരുമ്പോൾ അത് അങ്ങേയറ്റം ശക്തമായിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ ഈ ഒരു അകലത്തിന് ശേഷം പുതിയൊരു ജനനം തന്നെയാണ്, ഒരു റീബർത്ത് ഉണ്ടാകും എന്ന് കാർഡുകൾ പറയുന്നുണ്ട്. ഹൗസ് 3 നോക്കുകയാണെങ്കിലും മൗണ്ടനാണ് വരുന്നത്. ചലഞ്ചസ് ആണ്. നിർഭാഗ്യവശാല് എന്താ പറയാ, ഇത് വ്യക്തമാക്കുന്നത് ഈ ഒരു തടസ്സം നിങ്ങൾ രണ്ടുപേരും മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ്, അല്ലെങ്കിൽ അഭൂതപൂർവം എന്ന് പറയില്ലേ, അറിവില്ലായ്മ മൂലം, അല്ലെങ്കിൽ മനഃപൂർവ്വം ഉണ്ടായതാകാം. 6ാമത്തെ സ്ഥാനം പറയുമ്പോൾ ഹൃദയം അതിൻ്റെ ശരിയായ സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ സ്നേഹം ഈ ഒരു ബന്ധത്തിന്റെ ആത്മാവായിട്ട് നിലനിൽക്കുന്നുണ്ട്. അകലം ഒരിക്കലും സ്നേഹത്തിന്റെ കുറവല്ല. ഓക്കെ, ഹൗസ് 9 പറയുമ്പോൾ ലില്ലീസ്, അത് അതിൻ്റെ ഹൗസിൽ തന്നെയാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം ഈ ഒരു അകലത്തിന്റെ അവസാനം അനിവാര്യമായ സമാധാനത്തിലും പക്വതയിലായിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഷിപ്പ് വരുമ്പോൾ അതൊരു വലതുവശത്തേക്ക്, ഭാവിയിലേക്കാണ് നോക്കുന്നത്. കാരണം ഈ ഒരു ബന്ധം യാത്ര തുടരുകയാണ്, ഒരിക്കലും അവസാനിച്ചിട്ടില്ല. സ്റ്റോർക്ക് നോക്കുന്നത് ഇതേപോലെ തന്നെ ഭാവിയിലേക്കാണ് നോക്കുന്നത്. വലിയ മാറ്റങ്ങൾ വരാനിരിക്കുന്നു എന്നാണ് പറയുന്നത്. ലെറ്റർ ഇടത്തോട്ടാണ്, അതായത് ഭൂതകാലത്തിലേക്ക്. ഇതിൻ്റെ അർത്ഥം വരാനിരിക്കുന്ന ഒരു സന്ദേശം പഴയ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള മുൻകാല ചരിത്രത്തെക്കുറിച്ചോ ഉള്ളതോ ആയിരിക്കാം. അത് പഴയ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുള്ളതായിരിക്കാം. ഓക്കെ, എന്താ പറയുക, ഒരു ആത്മീയമായിട്ടുള്ള ഒരു ക്വാറന്റൈൻ എന്ന് പറയില്ലേ. ബുക്ക്, ലെറ്റർ, മൗണ്ടൻ വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് രഹസ്യങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്, ഒരു ബുക്ക് പോലെ. ഈ അകലം ആ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ പലതും പറയാതെ വിടുന്നു. കാരണം ഈ അകലം നിങ്ങളെ നിർബന്ധിക്കുകയാണ് പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർക്കാൻ എന്നും കൂടി കാർഡുകൾ പറയുന്നുണ്ട്. എന്തുകൊണ്ട് അവർ പറയുന്നില്ല എന്നുള്ളൊരു ആൻസർ കൂടിയാണ് പറയുന്നത്. പിന്നെ ആ ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാണോ അയക്കാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഒരു ഡയറിയിൽ എഴുതാം. അത് അയക്കേണ്ട ആവശ്യമില്ല, പക്ഷെ എഴുതി കഴിയുമ്പോൾ ഈ മൗണ്ടൻ പതിയെ അലിയുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും എന്ന് തന്നെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. സംഭവിക്കാതെ അങ്ങനെ വർക്ക് ചെയ്ത് നോക്കുക. ഞാൻ അങ്ങനെ എഴുതിയിട്ട് എനിക്ക് വർക്കായിട്ടുണ്ട്, ട്രൈ ചെയ്ത് നോക്കട്ടോ. അയക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അയച്ച് പിന്നെ സീനാക്കി പ്രശ്നമാക്കണ്ട. ഓക്കെ, നോ കോണ്ടാക്റ്റൊക്കെ ആണെങ്കിൽ. ചൈൽഡ് വരുമ്പോൾ ഒരു കുട്ടിത്വമാണ്. നിങ്ങളുടെ കുട്ടിത്വത്തിനെ തിരികെ കൊണ്ടുവരാനാണ് പറയുന്നത്. ഈ ഒരു ബന്ധത്തെക്കുറിച്ച് അമിതമായിട്ട് ചെയ്ത് ഓവർ തിങ്ക് ചെയ്ത് ആ ഒരു ഗൗരവ സ്വഭാവത്തിനെ മാറ്റുക. നിസ്സാരമായിട്ടുള്ള ചെറിയ കാര്യങ്ങളിൽ വരെ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ലില്ലീസ്, അത് സമാധാനമാണ്. നമ്മൾ പലതവണ ഞാൻ പറഞ്ഞു, സമാധാനം എപ്പോഴും കേൾക്കുന്നത് നല്ലതാണ്.
ഈ ഒരു അകലം ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കാനല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കൂടുതൽ പക്വത ഒന്നുകൂടി ഒരു മെച്ചുവേർഡ് ആവാൻ വേണ്ടിയിട്ടാണ് എന്നാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ഈ ഒരു അകലം ഇപ്പോൾ പറയുന്നത് എന്താ പറയുക, ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പാലമാണ്. കാരണം ഈ ഒരു പാലം കടന്നാൽ നിങ്ങൾ എത്തിച്ചേരുന്നത് കൂടുതൽ ഇതിനേക്കാൾ വലിയൊരു സ്നേഹത്തിലേക്കായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ പോസിറ്റീവ് ആവാം. ഓക്കെ, അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, കാരണം ഇതൊരു സ്ഥിരമായ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഒരു അകലത്തിന് ശേഷം ഒരിക്കലും നിങ്ങളുടെ ബന്ധം പഴയതുപോലെ ആയിരിക്കില്ല. കൂടുതൽ വ്യക്തമാക്കിയാൽ നിങ്ങളൊരു പുതിയ വ്യക്തിയായിട്ട് മാറും. ഈ ഒരു അകലം നിങ്ങളെ സ്പിരിച്വലി ഉയർത്താൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു ബന്ധത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. ലില്ലീസ് പറയുമ്പോൾ പീസ് ആൻഡ് ടൈം ആണ് പറയുന്നത്. അതൊരു 9ാമത്തെ കാർഡ്, അതാണ് ഡെസ്റ്റിനി എന്ന് പറയുന്നത്. കാരണം നമ്മൾ തിരക്കിട്ടൊന്നും ചെയ്യാൻ പാടില്ല എന്ന് കാർഡുകൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. മൗണ്ടൻ കാർഡ് ഉള്ളപ്പോൾ നിങ്ങൾ മുന്നോട്ട് തള്ളിയാൽ കൂടുതൽ തടസ്സങ്ങളാണ് ഉണ്ടാക്കുന്നത്. വെള്ളത്തിൽ താമര വിരിയുന്ന പോലെ ശരിയാകുന്ന ഒരു സമയമാകുമ്പോൾ ഈ ഒരു അകലം തനിയെ മാറും. അല്ലാതെ നമ്മൾ താമരയിൽ ഒരു മുട്ട് വരുമ്പോഴേ പിച്ചി പൊളിച്ച് തുറന്ന് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അകലം തനിയെ ആ സമയമാകുമ്പോൾ മാറും എന്നാണ് പറയുന്നത്. ചൈൽഡ് പുതിയ തുടക്കത്തിന് തന്നെയാണ് പറയുന്നത്. നമുക്ക് വീണ്ടും ഉറപ്പിക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു മലയനെ മറികടക്കണം. ഷിപ്പ് പറയുന്നുണ്ട് യാത്ര ദൂരത്തേക്കാണ്. അപ്പോൾ അതുകൊണ്ടാണെങ്കിലും നിങ്ങൾ ഒരിക്കലും അകലെ അല്ല എന്നും പറയുന്നുണ്ട്. കാരണം ലെറ്റർ പറയുമ്പോൾ ഞാൻ വരുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അവസാനം ലില്ലി കാർഡ് പറയുമ്പോഴും ഒടുവിൽ സമാധാനം ലഭിക്കും എന്ന് തന്നെയാണ്. മെഡിറ്റേഷൻ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. കാരണം നിങ്ങളുടെ മനസ്സിനെ ഒരു 10 മിനിറ്റ് കണ്ണടച്ചിരിക്കുക. നിങ്ങളുടെ മനസ്സിനെ ഒരു പർവ്വതമായിട്ട് സങ്കല്പിക്കുക. ഇപ്പം നമ്മൾ ഈ കാടി കണ്ട മൗണ്ടൻ, ഓക്കെ, ആ പർവ്വതത്തിന് മുകളിൽ വെള്ളത്താമരകൾ, പർവ്വതത്തിൻ്റെ മുകളിൽ വെള്ളത്താമര ഉണ്ടാവില്ല എന്നൊരു സെൻസ് വെച്ച് അങ്ങനെ ചിന്തിക്കരുത്. നമ്മളിത് വിഷ്വലൈസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, താഴെ കമൻറ്റ് വരരുത്. കാരണം നിങ്ങളുടെ ഒരു സബ് കോൺഷ്യസ് ലെവലിൽ ഈ ഒരു അകലത്തിനെ അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് പറയുന്നത്. കണ്ണടച്ചിരിക്കുക, വർക്ക് ചെയ്ത് നോക്കുക. ആദ്യത്തെ ദിവസം ചിലപ്പോൾ സെറ്റ് ആവില്ല, കാലത്ത് തന്നെ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിനൊക്കെ മുമ്പ് ചെയ്യാം. അപ്പോൾ സ്വപ്നത്തിലെങ്കിലും നമുക്കത് കിട്ടുമോ നോക്കാം. വർക്ക് ചെയ്യാൻ രസമല്ലേ എല്ലാം. അപ്പോൾ ഒരു ഇതേപോലെ തന്നെ പർവ്വതത്തിന് മുകളിൽ മനസ്സിലൊരു പർവ്വതമായിട്ട് സങ്കല്പിച്ചിട്ട് ആ പർവ്വതത്തിന് മുകളിൽ വെള്ള താമരകൾ വിരിഞ്ഞിരിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ലെറ്റർ റെമഡി ഉണ്ട്. കാരണം ഒരു കടലാസിൽ ആ വ്യക്തിയോട് പറയാനുള്ളതെല്ലാം എഴുതാം. അത് ദേഷ്യമാണെങ്കിൽ ദേഷ്യം, സ്നേഹമാണെങ്കിൽ സ്നേഹം, ശേഷം അത് കത്തിച്ച് കളയാം. ആ ലെറ്റർ കാർഡിൻ്റെ എനർജീനെ പോസിറ്റീവ് ആക്കുക എന്ന് പറയുന്നുണ്ട്. എനർജി കട്ട്, അവരെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ആ വ്യക്തിയെ പ്രപഞ്ചത്തിന് വിടുന്നു, പക്ഷേ എൻ്റെ ആ സ്നേഹം അവിടെ തന്നെയുണ്ട് എന്നുറക്കെ പറയാം. ഓക്കെ, കാരണം ഒരിക്കലും ഈ ഒരു അകലം നിങ്ങളെ ഒറ്റപ്പെടുത്താനല്ല, നിങ്ങളെ ഒരുമിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടവേളയാണ് എന്ന് പറയില്ലേ. നിങ്ങൾ രണ്ടുപേരും ഒരു സോൾ ലെവൽ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കാം. ക്ഷമയോട് കൂടി തന്നെ കാത്തിരിക്കാം. കാരണം അപ്പം തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും എന്ന് പറയുന്നുണ്ട്. കാരണം ഇതിന് ഡയഗണലായിട്ട് ഇടത് മുകളിൽ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുകയാണെങ്കിൽ ചൈൽഡും ഡോഗും ലില്ലീസാണ് വരുന്നത്. അതാണ് നിങ്ങളുടെ ഒരു ബന്ധത്തിൻ്റെ വിധി, ഡെസ്റ്റിനി ലൈൻ എന്ന് പറയുന്നത്. ഒരു ബന്ധം നിഷ്കളങ്കമായ ഒരു തുടക്കത്തിൽ നിന്ന് ആരംഭിച്ച് പരീക്ഷിക്കപ്പെട്ട ഒരു വിശ്വസ്തതയിലൂടെ കടന്ന് ഒടുവിൽ അതീവ പക്വതയുള്ള മെച്യൂരിറ്റിയുള്ള ഒരു വലിയ സമാധാനത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് ചുരുക്കി പറഞ്ഞാൽ ആ കാർഡുകൾ പറയുന്നത്. ഈ ഒരു അകലം ആ ഒരു പക്വതയുടെ ഭാഗമാണ് എന്ന് പറയുന്നുണ്ട്. ഇനി നമ്മൾ വലത് മുകളിൽ നിന്ന് ഇടത് താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ മൗണ്ടൻ, ഡോഗ്, ബുക്ക് വരുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ചലഞ്ച് ലൈൻ എന്ന് പറയുന്നത്. മൗണ്ടൻ തടസ്സമാണ്, ഡോഗ് വിശ്വസ്തതയാണ്, ബുക്ക് എന്ന് പറയുന്നത് രഹസ്യ അറിവാണ്. കാരണം ഡോഗ് ഇവിടെ നടുവിൽ നിൽക്കുന്നത് കൊണ്ട് ഈ അകലത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളോടുള്ള ആ ഒരു വ്യക്തിയുടെ എന്തോ ഒന്ന് ഒളിച്ചു വെക്കാനുള്ള പ്രവണതയാണ്. അതൊരു നെഗറ്റീവ് രഹസ്യമല്ല, മറിച്ച് നിങ്ങളെ വേദനിപ്പിക്കാതിരിക്കാൻ അവർ മനഃപൂർവ്വം മറച്ചു വെക്കുന്ന കാര്യങ്ങളാണ് എന്ന് കാർഡ് പറയുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിങ്ങനെ പല രീതിയിൽ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി വരും. ഈ മൗണ്ടൻ അതിൻ്റെ ഒരു എനർജീനെ അലിയിക്കാൻ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വാട്ടർ എലമെൻ്റ് ആണ് അതിൻ്റെ ഒരു മരുന്ന് എന്ന് പറയില്ലേ. ആ വ്യക്തിയെ പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങളൊരു ഗ്ലാസ് വെള്ളം കയ്യിൽ പിടിക്കുക. ആ വെള്ളത്തിലേക്ക് നിങ്ങളുടെ എല്ലാ നെഗറ്റീവ് ചിന്തകളും ഒഴുകി പോകുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എനിക്ക് വർക്കായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒറ്റയടിക്ക് പെട്ടെന്ന് പോയി കിട്ടുന്ന പരിപാടിയല്ല അത്. ക്രമേണ സാധ്യമാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ എല്ലാ നെഗറ്റീവ് ചിന്തകളും ആ വെള്ളത്തിലേക്ക് ഒഴുകി പോകുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് ആ വെള്ളം ചെടികൾക്ക് ഒഴിക്കാം. പനിക്കൂർക്കയോ തുളസിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊഴിക്കാം. ഓക്കെ,
പിന്നെ ബുക്കിനെ തുറക്കാൻ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് കിട്ടേണ്ടുന്ന ലെറ്റർ അല്ലെങ്കിൽ ഒരു സന്ദേശം പ്രപഞ്ചത്തിൽ നിന്ന് ലഭിക്കാൻ നിങ്ങളൊരു പ്രത്യേക സ്ഥലത്ത്, ഉദാഹരണത്തിന് ചിലപ്പോൾ നിങ്ങളുടെ ഡയറിയിൽ ഒരു ഒഴിഞ്ഞ പേജ് ഇടാം. ആ പേജിൽ മറുപടി വരുന്നു എന്ന് മാത്രം എഴുതാം. അത് നിങ്ങളുടെ ഒരു സബ് കോൺഷ്യസിനെ റെഡിയാക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ ലില്ലി പൂക്കളുടെ എനർജിയിലേക്ക് എത്താൻ വെളുത്ത നിറം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ കൊണ്ടുവരിക. വെളുത്ത വസ്ത്രം ധരിക്കുകയോ വെളുത്ത പൂക്കൾ കാണുകയോ ചെയ്യുന്നത് ലില്ലീസിൻ്റെ എനർജീനെ ആക്റ്റീവ് ആക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഷിപ്പ്, മൗണ്ടൻ, സ്റ്റോർക്ക്. ഇത് പറയുന്നത് അനിവാര്യമായിട്ടുള്ളൊരു സ്ഥലമാറ്റമാണ്. ചേഞ്ച് ഓഫ് ലൊക്കേഷൻ അല്ലെങ്കിൽ പൊസിഷൻ. ഈ ഒരു അകലം ഒരുപക്ഷെ ഭൗതികമായിട്ടുള്ള ദൂരത്തിനെയും സൂചിപ്പിക്കാം. ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥലം മാറ്റം നിങ്ങളെ വേർപെടുത്തിയിട്ടുണ്ടാകാം. മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ നിങ്ങൾ വേർപെട്ടിരിക്കുന്ന ഒരവസ്ഥ. ഓക്കെ, എങ്കിലും പരസ്പരം നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടാകാം, നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അറിയാനും സാധിക്കുന്നുണ്ടാകാം. കാരണം പരിവർത്തനങ്ങളാണ് ഇതിൽ വരുമ്പോൾ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മറുപടി ലെറ്റർ കിട്ടും. എന്താണ് അകലം എന്ന് അവർ നിങ്ങളോട് പറയും. ചിലപ്പോൾ അല്പം വൈകാം. ലില്ലീസ് ഉറപ്പ് തരുന്നത് അത് നിങ്ങളുടെ ഒരു ബന്ധം അതുവഴി സമാധാനത്തിൽ കലാശിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിന് നമ്മളൊരു കോസ്മിക് ക്ലോക്ക് പോലെ നോക്കിയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ നമ്പേഴ്സ് ചൈൽഡും സ്റ്റോർക്കും മൗണ്ടനും ഷിപ്പും ഡോഗും ഹേർട്ടും ഇതേപോലെ തന്നെ ബുക്കും ലെറ്ററും ലില്ലീസും എല്ലാം കൂടി നമ്പേഴ്സ് കൂട്ടുമ്പോൾ ഏകദേശം നമുക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് എല്ലാത്തിനും ഓരോ നമ്പേഴ്സ് ഉണ്ട്. 179 വരുന്നത്. അത് വീണ്ടും നമ്മൾ ചുരുക്കി നോക്കുകയാണെങ്കിൽ 17 വരും. 17ാമത്തെ കാർഡ് വരുന്നത് സ്റ്റോർക്കാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു അകലത്തിൻ്റെ ആകെ തുക മാറ്റം തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്താലും എത്ര ആഴത്തിൽ നോക്കിയാലും എന്താ പറയുക, ഒരു മാറ്റം, ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത് സ്റ്റോർ കാർഡാണ്. ഈ ഒരു അകലം നിങ്ങൾ രണ്ടുപേരും ഒരുപാട് മാറ്റി തീർക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മൗണ്ടൻ, നമുക്കിതിലൊരു തടസ്സത്തിൻ്റെ കാർഡ് പറഞ്ഞു. ഒരു പർവ്വതം പോലെ നിൽക്കുമ്പോൾ അതിനെ മറികടക്കാൻ ലളിതമായിട്ടുള്ളൊരു വഴി എന്ന് പറയുന്നത് ചുറ്റി നടക്കുക എന്നതാണ്. ഓക്കെ, ഒരിക്കലും നമ്മൾ നേരെ കയറുന്നതിനൊക്കെ എളുപ്പമായിരിക്കും ചുറ്റിക്കയറാൻ. നിങ്ങൾ ആ മലയുടെ മുകളിൽ കൂടെ കയറാൻ ശ്രമിക്കുന്നതാണ്. അതാണ് ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു ആശയവിനിമയത്തിന് ശ്രമിക്കുന്നത്. അത് ഒഴിവാക്കാം. ഒരു ഷിപ്പിനെ പോലെ കാത്തിരിക്കാം, ഒരു ഒഴുക്കിന് വേണ്ടി കാത്തിരിക്കാം. ഒഴുക്കിനൊപ്പം പോകുന്ന സമയത്ത് ആ മല താനേ പിന്നിലാകും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പർവ്വതം നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന സമയത്ത് അതിനെ മറികടക്കാൻ ലളിതമായിട്ട് ഒരേ ഒരു വഴിയുള്ളൂ, ചുറ്റി നടക്കുക. ഓക്കെ, അതാണ് ഈ ഒരു അവസ്ഥയിൽ ഈ സമയത്ത് ചെയ്യേണ്ടത്. ക്ഷമ വേണം എന്നർത്ഥം. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഇതിന് മധ്യത്തിൽ ഡോഗ് വരുന്ന സമയത്തും പുറത്ത് സമാധാനം തന്നെയാണ് പറയുന്നത്. നിങ്ങൾ പുറത്ത് എന്ത് പ്രശ്നങ്ങൾ കണ്ടാലും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മൾ ഏകദേശം എല്ലാ തരത്തിലും കാർഡുകൾ നോക്കി ഏറെക്കുറെ ഒരു എനർജി, ഒരു പരിവർത്തനത്തിൻ്റെ ഒരു ഘട്ടം എന്ന് നമ്മൾ പറഞ്ഞു. കൂടുതൽ നിങ്ങൾ വിഷമിക്കുന്ന ഒരു പക്ഷേ ഈ ഒരു അകലത്തിൽ നിങ്ങൾ രണ്ടുപേരും അനുഭവിക്കുന്ന ഒരു നിശബ്ദതയായിരിക്കും. കാരണം ആ ഒരു നിശബ്ദതയെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. കാരണം ആ ഒരു നിശബ്ദതയാണ് ഏറ്റവും വലിയ മരുന്ന് എന്ന് പറയുന്നുണ്ട്. കാരണം ഇതുകൊണ്ട് നിങ്ങൾക്കൊരു അറിവ് വന്നിട്ടുണ്ടാകും. ഓക്കെ, നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തിന് ഒരിക്കലും ഭയത്തോടെയോ വിഷമത്തോടെയോ നോക്കി കാണാതെ ഒരു സാക്ഷിയെ പോലെ നോക്കി കാണാം എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ ആ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കണം. ഓക്കെ, അകലം ഒരിക്കലും ഒരു ദൂരമല്ല, അതൊരു ഒഴുക്കാണ്. അതിനെ തടയാൻ ശ്രമിക്കരുത് എന്നും കാർഡുകൾ പറയുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ അടിത്തറ പൂർണ്ണമായും സുരക്ഷിതമാണ് എന്ന് പറയുന്നുണ്ട്. ഈ അകലത്തിന് ശേഷം നിങ്ങൾ രണ്ടുപേരും വളരെ ഭംഗിയായി മുന്നോട്ട് പോകും, ഒരു സമാധാനം കൈവരും എന്നും പറയുന്നുണ്ട്. അപ്പം നമ്മളിതിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാം പോസിറ്റീവായിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ മാത്രമാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ, അല്ലാതെ വെറുതെ നമ്മൾ വീഡിയോ കണ്ട് 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 അങ്ങനെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പേഴ്സണൽ റീഡിങ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലെനോർമൺ കാർഡുകൾ ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ള കാർഡുകളാണ് വേണ്ടതെങ്കിൽ അതും പറയുക, അതിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ ഇത്ര കാർഡുകൾ എടുത്താൽ മാത്രമാണ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ തുകയിൽ ചിലപ്പോൾ കൂടുതലോ കുറവോ നിങ്ങൾക്ക് തോന്നാം. നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്.
ഇതിൽ റിവേഴ്സ് കാർഡുകളില്ല. അല്ലാതെ മറ്റ് കാർഡുകളിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൽ റിവേഴ്സ് കാർഡ് കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ക്രിസ്റ്റലുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ താല്പര്യമുള്ളവരും വിശ്വാസമുള്ളവരും ചെയ്തിട്ട് കാര്യമുള്ളൂ. ഞാനിത് പറഞ്ഞു എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വന്ന് റീഡിങ് എടുക്കണമെന്നോ അല്ലാതെ ഞാൻ വലിയ സംഭവമാണെന്നോ ഒന്നുമില്ല. നിങ്ങൾക്കൊരു ബുദ്ധി അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത കുറേ പേരുണ്ടാവും, നിങ്ങൾക്ക് അറിയില്ല. പിന്നെ ടാരറ്റുകാരെ ഞാൻ പറഞ്ഞത് എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ. നല്ല ഒരുപാട് ചേച്ചിമാരും നല്ല കുറേ അനിയത്തിമാരും ഉണ്ട്. കുറച്ച് പേരാണ് ഈ പറഞ്ഞ പോലെ തന്നെ ലേസും അതും ഇതൊക്കെ തിന്ന് ഇതേപോലെ തന്നെ മൂളിപ്പാട്ടും പാടിയിട്ടുള്ള അവരെ തിരിച്ചറിയുക എന്നാണ് ഞാൻ പറഞ്ഞത്, അടച്ചു പറഞ്ഞതല്ല ഒരിക്കലും. പിന്നെ എന്താണ് ആരൊരാൾ ഒരു ടാരറ്റ് കണ്ടാലും എന്തിനാണ് ഞാനത് കാണുന്നത്? വല്ലവരുടെ അല്ലെങ്കിൽ കുറെ വീഡിയോസ് കണ്ടിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള ഒരു എനർജി കാര്യങ്ങൾ അറിയുക എന്നെനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്തരം ടോപ്പിക്കിൽ വേറെ വീഡിയോസ് ചെയ്യാം. പിന്നെ ഞാൻ ഈ ക്രിസ്റ്റലിൻ്റെ കാര്യം പറഞ്ഞു, നമ്മളുടെ ടംബിൾ സ്റ്റോൺസ് അവൈലബിൾ ആണ്. അതെല്ലാത്തിനും ഉള്ളതുണ്ട്. എന്നോട് ഏതൊക്കെയാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നതിനൊക്കെ നല്ലത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ റേറ്റ് പറയാൻ പറ്റും. വണ്ണം കുറയ്ക്കാൻ, വണ്ണം കൂട്ടാൻ, പണം ആകർഷിക്കാൻ വേണ്ടിയിട്ട്, പ്രണയത്തിന് വേണ്ടിയിട്ട്, ഇതൊക്കെ ഇട്ട് എങ്ങനെയൊക്കെ വരൂ എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ ഒരിക്കലും ഉപയോഗിക്കരുത്. വരൂല. കാരണം നമുക്കൊരു വിശ്വാസമല്ല. വിശ്വാസമുള്ളവർ മാത്രം അതിന് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമാണ് അത് ലഭിക്കുന്നുള്ളൂ. വിശ്വാസവും ചിന്തയൊക്കെയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. അല്ലാതെ ഞാനോ മറ്റുള്ളവരോ ഇടുന്ന ടാരറ്റ് ഒന്നുമില്ല. അത് ജസ്റ്റ് നമുക്ക് ഗൈഡൻസിന് വേണ്ടിയുള്ളതാണ്. ഇതിന് അതല്ല ഒരിക്കലും നമ്മൾ നിർണ്ണയിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി.